لو أن أهل القرى آمنوا واتقوا لفتحنا عليهم بركات من السماء والأرض ولكن كذبوا فأخذناهم بما كانوا يكسبون. ശ്രദ്ധിച്ചോ, ഞാൻ ആ ഓതി വെച്ചതിലേക്ക് നമ്മൾ തിരിച്ചു പോരാ. അപ്പൊ എന്താ പറഞ്ഞു വന്നത്? മുസ്ലിമേ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ കടുത്ത പരീക്ഷണങ്ങളിൽ കൂടി കടത്തിക്കൊണ്ടുപോകും. സഹിക്കാൻ പറ്റാത്ത ദാരിദ്ര്യത്തിലേക്കും പട്ടിണിയിലേക്കും നിന്നെ എത്തിക്കും. സഹായിക്കാൻ ആളില്ലാത്ത അവസ്ഥയിലേക്ക് നിന്നെ അല്ലാഹു തആല എത്തിക്കും. ഖൗഫ്, ജൂഅ്, നഖ്സു മിനൽ അംവാൽ വൽ അൻഫുസ് വസ്സമറാത്ത്. മറ്റുള്ളവരെല്ലാം കൃഷി ചെയ്താൽ നിറയെ വിളവുകൾ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നീ കൃഷി ചെയ്താൽ എല്ലാം കരിഞ്ഞ് ചാമ്പലായി പോകുന്ന, നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ. ഇങ്ങനെയുള്ള പരീക്ഷണ ഘട്ടങ്ങളെ നീ നേരിടുമ്പോൾ വബശ്ശിരി സ്വാബിരീൻ, അവിടെയെല്ലാം അല്ലാഹുവേ ഇതൊന്നും നീ അറിയാതെ വന്നതല്ല. എന്നെ ആക്രമിക്കാൻ പറഞ്ഞ അക്രമി, എന്നെ അനുസരിക്കാത്ത മക്കള്, എനിക്ക് വന്നിരിക്കുന്ന ദാരിദ്ര്യം, എന്റെ കച്ചവടത്തിൽ വന്ന പരാജയം, ഇതെല്ലാം റബ്ബേ നിന്റെ ഭാഗത്തുനിന്നുള്ളതാണ്. ഇദാ അസാബത്തുഹുൽ മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇവനാണ് മുസ്ലിം. എന്ത് പരീക്ഷണങ്ങൾ പടച്ചോമ്പരാന്റെ ഭാഗത്തുനിന്ന് വന്നാലും അവൻ പറയും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. തലേന്ന് കച്ചവട സ്ഥാപനം പൂട്ടിക്കൊണ്ടു പോകുന്നതാണ്. പിറ്റേന്ന് തുറക്കാൻ വേണ്ടി താക്കോലുമായി ചെല്ലുമ്പോ മൊത്തം ചാരമായി കിടക്കാൻ. രാത്രി തീപിടുത്തമുണ്ടായി, കോടികളുടെ സ്വത്ത് നശിച്ചുപോയി, മൊത്തം ചാമ്പലായി. നെഞ്ചത്തടിച്ചിട്ട് അല്ലാഹു വിളിച്ചു ബോധം കെട്ട് വീഴുവല്ല, കരിഞ്ഞ് ചാമ്പലായി കിടക്കുന്ന തന്റെ ബിസിനസ് സ്ഥാപനം നോക്കിക്കൊണ്ട് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇതാണ് ഇസ്ലാം. ഇന്നലെ എന്നോട് നീ പൂട്ടാൻ പറഞ്ഞു റബ്ബേ, ഇന്ന് എന്നോട് നീ തുറക്കണ്ടെന്ന് പറഞ്ഞു അല്ലാഹ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഓമനിച്ചു വളർത്തിയതായ പൊന്നോമന മോൻ പെട്ടെന്നൊരു ചെറിയ പനി വന്നു, പൊടുന്നനെ മരണപ്പെടുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇന്നലെ വരെ ഓമനിക്കാനും ഉമ്മം കൊടുക്കാനും നീ എന്നെ അനുവദിച്ചു റബ്ബേ, ഇന്ന് എന്റെ ഭാഗത്തുനിന്ന് മാറ്റി അതിനെ നീ പള്ളിപ്പറമ്പിലേക്ക് നീക്കിയല്ലോ. നിന്റെ ഭാഗത്തുനിന്നുള്ള പരീക്ഷണമാണ് റബ്ബേ, ഞാൻ ക്ഷമിക്കുകയാണ്. വലാ ഹുസ്നുൻ യദൂമു വലാ സുറൂറു വലാ ഉസ്റുൻ അലൈക വലാ റഖാഊൻ. നീ ഇന്ന് ആസ്വദിക്കുന്ന നിന്റെ സുഖസന്തോഷങ്ങൾ നിലനിൽക്കുകയില്ല കേട്ടോ മനുഷ്യ. എന്നാൽ നീ അനുഭവിക്കുന്ന വേദനയും ദുരിതവും വിഷമവും ഉണ്ടല്ലോ, അതും നിലനിൽക്കുന്നതല്ല മനുഷ്യ. ഇതൊന്നും നിലനിൽക്കണമല്ല. അതാണ് ഈ ദുനിയാവ് എന്ന് പറയുന്നത്. സന്തോഷിക്കൊന്നും വേണ്ട. ഓ, ഈ നാട്ടിലെ ഏറ്റവും വലിയ വീടെന്റേതാണല്ലോ, ഏറ്റവും സൗന്ദര്യമുള്ള ഇണ എന്റേതാണല്ലോ, ഏറ്റവും അഴകുള്ള മക്കൾ എന്റേതാണല്ലോ, ഏറ്റവും വലിയ കാറിന്റേതാണല്ലോ, അവന്റെ വീട് ചെറ്റപ്പരയാണല്ലോ, അവനക്ക് സഞ്ചരിക്കാൻ വണ്ടിക്കൂലിക്ക് പൈസ പോലും ഇല്ലല്ലോ, അവന്റെ മോളെ കല്യാണം കഴിച്ചിട്ട് മക്കളില്ലല്ലോ, എല്ലാ നിലയ്ക്കും അവൻ നഷ്ടത്തിലും ദുരിതത്തിലുമാണല്ലോ, ഞാൻ വലിയ സന്തോഷത്തിലാണല്ലോ. ചിന്തിക്കണ്ട. വലാ ഹുസ്നുൻ യദൂമു വലാ സുറൂറു. നീ ഓമനിക്കുന്ന നിന്റെ സന്തോഷത്തിന്റെ ഏറ്റവും വലിയ ഘടകമാകുന്ന നിന്റെ പൊന്നോമനയുണ്ടല്ലോ, ആ പൊന്നോമനയെ നാളെ ഇതാ നിന്റെ പള്ളിപ്പറമ്പിലേക്ക് മാറ്റപ്പെടാൻ പോവുകയാണ് മോനെ, സഹോദരാ. അപ്പൊ വേദനയായില്ലേ? നിലനിൽക്കുന്നതല്ല ഇതൊന്നും. അതുപോലെ തന്നെ ദുരിതങ്ങളും വേദനകളും അതും നിലനിൽക്കുന്നതല്ല. എന്താ ഞാനിതൊക്കെ പറയാൻ കാരണം, പള്ളിപ്പറമ്പിലേക്ക് കയറി ചെല്ലുമ്പോ മീശാങ്കല്ല് കാണുന്നതായ മുസ്ലിം ചിന്തിച്ചു പോകുന്നു, റബ്ബേ ഈ ഖബറാളിയെ പോലെ ഞാനും ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലാഹ്. അപ്പൊ മണ്ണിന്റെ അടിയിൽ ജീവിതം മണ്ണിന്റെ മുകളിലേക്കാൾ സന്തോഷമാണെന്ന് ആഗ്രഹിക്കുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ അത്രമാത്രം എടങ്ങേറി ഈ ഭൂമുഖത്ത് ജീവിച്ചു പോകാൻ, ഓരോ ദിവസവും കഴിഞ്ഞു പോകാൻ. അങ്ങനെയുള്ള അവസ്ഥയാണോ? ഞങ്ങൾക്കിപ്പോ അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല. വാമസിലേറെ ഇഷ്ടം പോലെ മീനാ കടലിൽ നിന്ന് കിട്ടാനുണ്ട്, ഗൾഫിൽ നിന്ന് ഇഷ്ടം പോലെ കാശ് വരാനുണ്ട്, ബാങ്കിലാണെങ്കിൽ ഇപ്പൊ തന്നെ കോടിക്കണക്കിന് അവിടെ ബാലൻസ് ഉണ്ട്, ഇവിടെ ആണെങ്കിൽ ഇഷ്ടം പോലെ വരുമാനങ്ങൾ കിട്ടാനുള്ള വാടക സൗകര്യങ്ങൾ അതൊക്കെ ഉണ്ട്. പെണ്ണുമ്പള്ളിയാണെങ്കിൽ ഓരോ ദിവസം ചെല്ലും തോറും ആരോഗ്യവും സൗന്ദര്യവും ഇപ്പോൾ കൂടി വരുവാണ്. മക്കളാണെങ്കിൽ അമ്മ ഉദ്ദേശിച്ചതിനേക്കാളും വലിയ നിലവാരത്തിലേക്ക് കല്യാണം കഴിച്ചു വിട്ടു. പിന്നെ ഇനിയിപ്പോൾ പള്ളിപ്പറമ്പിലേക്ക് വന്നിട്ട് മീസാങ്കല്ല് നോക്കിയിട്ട് ഞാനൊന്ന് മരിച്ചാർന്നെങ്കിൽ ആഗ്രഹിക്കുന്നതിന് നമുക്കിപ്പോൾ ഒരുപാടൊന്നുമില്ല. മനസ്സിലായത് ഓരോരൊറ്റ ഇൽമ പറഞ്ഞു തന്നുള്ളൂ. വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ.
രണ്ട് സ്വഭാവങ്ങൾ നിങ്ങൾക്ക് വേണം, അതില്ലെങ്കിൽ നിങ്ങൾ പരാജയത്തിലാണ്. ആ രണ്ട് സ്വഭാവമായി പറഞ്ഞുതരാമോ? അതിന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അത് നമ്മ വീണ്ടെടുക്കണം. അപ്പോഴേ നമ്മ ആഖിറത്തിൽ രക്ഷപ്പെടുള്ളൂ. ദുനിയാവിൽ രക്ഷപ്പെടുന്ന കാര്യമല്ല അപ്പോഴും പറയണത്. മനസ്സിലായില്ലേ? ദുനിയാവിൽ ലക്ഷ്യമൊന്നുമില്ല. കാരണം ആഖിറമാൻ എത്തുമ്പോ ഫിത്തന കൂടി കൂടി വരുള്ളൂ. ഫിത്തനയുടെ കാലഘട്ടമാണ്. ഉമ്മത്തി ഉമ്മത്തും മർഹൂമത്തുൻ, എന്റെ സമുദായം അനുഗ്രഹിക്കപ്പെട്ട സമുദായമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്താ അവരുടെ ഈ അനുഗ്രഹത്തിന്റെ കാരണം? എന്താ? വലാ അദാബ അലൈഹാ ഫിൽ ആഖിറ, അവർക്ക് ആഖിറത്തിൽ ശിക്ഷയില്ലാത്തവരാണ്. പിന്നെ വജഅലഹ അല്ലാഹു ഫിദ് ദുനിയ, അവരുടെ അദാബ് അല്ലാഹു തആല ദുനിയാവിൽ കൊടുത്തു തീർക്കുകയാണ്. ഏതാണ് അദാബ്? അൽ ഖത്ൽ വസ്സലാസിൽ വൽ ഫിത്ൻ. നബിയുനാ റസൂലുള്ളാഹി. ആ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. എന്റെ ഉമ്മത്ത് അനുഗ്രഹിക്കപ്പെട്ട ഉമ്മത്താണ്. ആഖിറത്തിൽ അവർക്ക് ശിക്ഷയില്ല. അവരുടെ ശിക്ഷ ദുനിയാവിലാണ്. 3 വിധത്തിലാണ് ആ ശിക്ഷ. 1 കൊലപാതകങ്ങൾ, 2 പ്രകൃതി ദുരന്തങ്ങൾ, 3 ഫിത്തനകളാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. കൊലപാതകങ്ങൾ വ്യാപകമായിരിക്കും. തഖാറബുൽ സമാൻ യൻഖുസുൽ ഇൽമു വയബ്ഖ അശ്ശുഹ് വയക്ഥറുൽ ഹർജ്. ഖീല മൽ ഹർജ് യാ റസൂലല്ലാഹ്? ഖാല അൽ ഖത്ൽ. നബിയുനാ റസൂലുള്ളാഹി. ലോകം അതിന്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ ചില അടയാളങ്ങൾ ഉണ്ടാകും. ആ അടയാളങ്ങളൊന്നും ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയണില്ല. ആ അടയാളങ്ങളെങ്കിലും പറഞ്ഞിട്ട് നബിത്തങ്ങൾ പറയുന്നു ഹർജ് അധികരിക്കുന്നതാണ്. സഹാബാക്കൾ ചോദിച്ചു, എന്താണ് ഹർജ് നബിയെ? ഖാല അൽ ഖത്ൽ, അൽ കൊലപാതകങ്ങളാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. വല്ല വിലയുണ്ടോ? പേപ്പട്ടിയുടെ വിലയുണ്ടോ ഇന്ന് സമുദായത്തിന്? ഇല്ല. ചുമ്മാ ഇങ്ങനെ തല്ലിക്കൊല്ലാണ്. തല്ലി 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 മരിക്കുന്നവരെ തല്ലി അങ്ങനെ മരിക്കും. ഞാൻ ചോദിക്കട്ടെ, ഈ മാതിരി ഇവിടെ നിന്നും അതിദാരുണമായി ശിക്ഷ വാങ്ങി മരിച്ചതിന്റെ ശേഷം പിന്നെ ആഖിറത്തിൽ ശിക്ഷ കിട്ടുമോ? അതാ നബി തങ്ങൾ പറഞ്ഞ ഉമ്മത്തി ഉമ്മത്തും മർഹൂമത്തും. പക്ഷെ ഉമ്മത്താകണം. ഇവിടെയാണ് വിഷയം. ഇവിടെ വിഷയം നീ മരിക്കൂ എന്നുള്ള കാര്യം ഉറപ്പാണ്, നിന്നെ തല്ലൂ എന്നുള്ള കാര്യം ഉറപ്പാണ്, നിന്നെ കൊല്ലൂ എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ ആഖിറത്തിൽ ശിക്ഷയില്ലാതെ ഇതെല്ലാം അനുഭവിക്കുന്നവനാകണം. മുൻഗാമികളൊക്കെ ഒന്നും ഇതുപോലത്തെ അവസ്ഥയൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്, നെഞ്ചില് കല്ല് കയറ്റി വെച്ചു, കഴുത്തില് കയറിട്ട് കെട്ടി, പരിപൂർണമായും നഗ്നമായ നിലയിൽ ആ മനുഷ്യനെ ചുട്ടുപൊള്ളുന്ന മലനാരുണ്യത്തിലൂടെ വലിച്ചു. അങ്ങനെ വലിച്ചപ്പോൾ തൊലി പോയി, മാംസം പോയി, എല്ല് തേഞ്ഞിട്ട് മജ്ജ പുറത്തു ചാടി തുടങ്ങി. അങ്ങനെയുള്ള നിലയിൽ ആ മനുഷ്യനെ ആക്രമിച്ചെങ്കിലും ഉപദ്രവിച്ചെങ്കിലും അദ്ദേഹം എഴുന്നേറ്റ് നിന്നു. റബ്ബി അല്ലാ എന്ന് പറഞ്ഞു. റബ്ബി അല്ലാ. ഇന്നങ്ങനെയല്ല. ഇന്നങ്ങനെയല്ല. മരിക്കുന്നത് വരെ ഉപദ്രവിക്കും. സുമയ്യ റളിയല്ലാഹു തആല അൻഹയുടെ ഷഹീദത്ത് പോലെ അല്ല ഇന്നത്തെ ഷഹീദത്താവുന്ന വനിതകളുടെ അവസ്ഥ. 2 കൈകളും 2 ഭാഗത്തേക്ക് വരിഞ്ഞു കെട്ടി, 2 കാലുകളും 2 ഭാഗത്തേക്ക് വലിച്ചു കെട്ടി, ഇരുമ്പ് തീക്കകത്ത് വെച്ച് പഴുപ്പിച്ചതാ ഇരുമ്പിന്റെ കുന്തം കൊണ്ടുവന്ന് രഹസ്യഭാഗത്തേക്ക് കുത്തി അങ്ങോട്ട് കയറ്റുമ്പോൾ ഒന്ന് പിടയ്ക്കാൻ പോലും കഴിയാതെ ആ സഹോദരി അന്ത്യശ്വാസം വലിച്ചെങ്കിൽ 3 മിനിറ്റ് കൊണ്ടിട്ട് അവരുടെ ജീവൻ പോയി. 3 മിനിറ്റ് കൊണ്ട്. ഇന്ന് ഷഹീദത്താകുന്ന വനിതകൾ അങ്ങനെയല്ല. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്. മുൻഗാമികൾക്കുണ്ടായ അനുഭവങ്ങളുടെ തുടർച്ച തന്നെ ഇത്. അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്നത ലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബലികും മസ്സത്തുഹുൽ ബഅസാ വൽ ളറാത്ത്. മുൻഗാമികൾക്കുണ്ടായതായ ദുരിതങ്ങളും വിഷമങ്ങളും വേദനകളും ഒന്നും നിങ്ങൾക്ക് വരാതെ നിങ്ങൾ രക്ഷപ്പെടുമെന്നാണോ നിങ്ങൾ ധരിച്ചിരിക്കുന്നത്? മനുഷ്യരെ, അവര് രക്ഷപ്പെട്ടത് ഇതെല്ലാം സഹിച്ചിട്ടാണ്. അതുപോലെ നിങ്ങളും സഹിക്കാൻ തയ്യാറാകണോ? എന്താ പറഞ്ഞു വന്നത്? സ്വസ്ഥതയില്ല, സമാധാനമില്ല. കേട്ടോണ്ടിരിക്കുന്ന വാർത്തകളെല്ലാം വേദനയുടെയും വിഷമത്തിന്റെയും സങ്കടത്തിന്റെയും വാർത്തകളാണ്. ഓരോ ദിവസവും കേൾക്കുന്നതിനേക്കാൾ കടുപ്പമേറിയതാ പിന്നെ ദിവസങ്ങളിൽ കേൾക്കുന്നത്.
പടച്ചവനെ ഈ വാർത്ത ഇനി കേൾക്കാൻ ഇടവരുത്തല്ലേ അല്ലാഹ് എന്ന് ദുആ ചെയ്തുകൊണ്ട് കണ്ണുനീര് തൂത്ത് പേപ്പർ മടക്കി വെക്കുമ്പോൾ പിറ്റേ ദിവസം വായിക്കുന്ന പേപ്പർ അതിനേക്കാൾ കടുപ്പമേറിയതാണ്. അങ്ങനെ വായിച്ചു കേട്ടതായ മനുഷ്യൻ പള്ളിപ്പറമ്പിലേക്ക് വരുമ്പോൾ മീശാങ്കല്ല് കാണുമ്പോൾ ചിന്തിക്കുന്നു, യാ ലൈതനീ കുന്തു മകാന, പടച്ചവനെ ഞാൻ ഈ ഖബറാളിയെ പോലെ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലാഹ്. അത്രമാത്രം സഹിക്കാൻ പറ്റുന്നില്ല. ഇത് മുസ്ലിമിനല്ലേ ഉള്ളൂ ഇപ്പൊ ഈ രീതിയിലുള്ള ചിന്ത. ഞാൻ നേരത്തെ പറഞ്ഞവനക്ക് ആ ചിന്തയില്ല. അവന് ഇഷ്ടം പോലെ ബാലൻസ് ഉണ്ട്, അവനക്ക് സഹായിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, ജീവിച്ച് മുന്നോട്ട് പോകാനുള്ള സംവിധാനങ്ങളും ഉണ്ട്. പിന്നെന്താ പോടാ പുല്ലേൻ, എനിക്കൊന്നും പ്രശ്നമല്ല, ഞാൻ എന്തിനാ കബറിങ്ങ കാണുമ്പോ ഇത് പേടിക്കണേൻ. മുഅ്മിനാവൂല. നിന്റെ സഹോദരന് നിന്റെ സഹോദരിക്കുണ്ടാകുന്ന വേദനയിലും വിഷമത്തിലും നിനക്ക് വേദനിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിനക്ക് ഇതിനകത്ത് മെമ്പർഷിപ്പ് കിട്ടൂല. അത്ര വലിയ ബന്ധമുണ്ട്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുന്ന് ചുമ്മാ അങ്ങോട്ട് ഓതിപ്പോയാ പോരാ. നിന്റെ ഒരു സഹോദരനുണ്ടാകുന്ന വിഷമത്തിൽ വേദനിക്കാൻ നിനക്ക് കഴിഞ്ഞില്ലെങ്കിലേ നിനക്ക് ഇതിനകത്ത് മെമ്പർഷിപ്പ് ഉണ്ടാവില്ല. അപ്പൊ അത് ചിന്തിക്കുമ്പോ അസ്വസ്ഥത വരികയാണ്. അസ്വസ്ഥത വരുമ്പോൾ ആഗ്രഹിക്കുന്ന പടച്ചവനെ മരിച്ചായിരുന്നെങ്കിൽ. ചുമ്മാ അവിടെ മരിക്കലല്ലേ എന്ന് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ മരിക്കാൻ ആഗ്രഹിക്കാൻ പാടില്ല. വേണ്ട, മരിക്കേണ്ടത് എങ്ങനെയാണ്, മരിക്കാൻ ആഗ്രഹിക്കേണ്ടത് എങ്ങനെയാണെന്ന് അതേ പടച്ചവൻ വരാൻ തന്നെ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാ മരിക്കാൻ ആഗ്രഹിക്കേണ്ടത്? റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക്കി വഅല്ലംതനീ മിൻ തഅവീലിൽ അഹാദീഥി ഫാത്തിറ السماوات والأرض أنت وليي في الدنيا والآخرة توفني مسلما وألحقني بالصالحين. ഇങ്ങനെയാണ് മരിക്കാൻ ആഗ്രഹിക്കേണ്ടത്. ഖബറിങ്ങ ചെന്ന് മരിക്കാൻ ആഗ്രഹിച്ചു എന്ന് കരുതി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കലല്ലാന്ന്. മനസ്സങ്ങനെ അങ്ങോട്ട് പറഞ്ഞു പോവാൻ, പടച്ചവനെ ഈ ദുനിയാവിന്ന് അങ്ങോട്ട്. മഹാന്മാരൊക്കെ ദുആ അങ്ങനെയല്ലേ. ഫിത്തന വരുമെങ്കിൽ, ഫിത്തന ഇത് സമുദായത്തിന് അല്ലാഹു തആല കൊടുക്കുന്ന, ഈ ദുനിയാവിൽ അല്ലാഹു തആല ശിക്ഷിച്ചുകൊണ്ട് ആഖിറത്തിൽ അല്ലാഹു തആല രക്ഷപ്പെടുത്തുന്ന 3 പരീക്ഷണങ്ങളിൽ ഒന്നാണ് ഫിത്തന. ഇന്നത് അനുഭവിച്ചുകൊണ്ടിരിക്കുക സമുദായം. അതുപോലെ പ്രകൃതി ദുരന്തം. കഴിഞ്ഞ വർഷം വെള്ളം കയറിയപ്പോൾ ആളുകൾ പറഞ്ഞു, ഓ ഇത് ഏതാണ്ട് ഒരു 100 കൊല്ലത്തിന്റെ അപ്പുറമുണ്ടായ സംഭവമാണല്ലോ, ഇനി ഇല്ലല്ലോ. എല്ലാ കൊല്ലവും വന്നുകൊണ്ടിരിക്കും. കഴിഞ്ഞ കൊല്ലം വെള്ളം കയറിയപ്പോൾ കേരളത്തിൽ ഒരു മനുഷ്യനും മരിച്ചില്ലെങ്കിൽ ഇത്തവണ വന്നപ്പോൾ ഈ സമയം വരെയും ജനാസ കിട്ടാത്തത് സർക്കാർ മരിച്ചുവെന്ന് പ്രഖ്യാപിച്ച് വിധി എഴുതി കൊടുത്തു. ഒരു 10-70-80 അടി താഴ്ചയുള്ള സ്ഥലം നികന്ന് മുകളിലുള്ള മണ്ണിനോടൊപ്പമായി കിടക്കുകയാണ്. ഞാൻ ഈ മിനിഞ്ഞാന്ന് 4 നാൾ പോയി കണ്ടു. ഈ കഴിഞ്ഞ ശനിയാഴ്ച പോയി നേരിട്ട് കണ്ടു. മിനിറ്റുകളെ കൊണ്ട് നാമാവശേഷമായി. ഇതൊന്നും അവസാനിച്ചിട്ടില്ല, ഇതിന് കൂടി വരികയുള്ളൂ. സുനാമി കൂടി വരും, കൊടുങ്കാറ്റ് കൂടി വരും, പേമാരി കൂടി വരും, ഭൂമികുലുക്കം കൂടി വരും. ഇതെല്ലാം ഏറി വരുന്നതാണ്. ലാ തഖൂമു സ്സാഅത്തു ഹത്താ യുഖ്സിഫ ബിത്വായിഫത്തിൻ മിൻ ഉമ്മത്തി. ജീവനോടെ എന്റെ സമുദായത്തിന് മണ്ണിന്റെ അടിയിലേക്ക് ആഴ്ത്തപ്പെടുന്ന കാലഘട്ടം വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നിങ്ങളെടുത്ത് പരിശോധിച്ച ഏറ്റവും കൂടുതൽ പ്രകൃതി ദുരന്തങ്ങൾ വരുന്നത് മുസ്ലിങ്ങൾ താമസിക്കുന്ന ഏരിയകളിലായിരിക്കും. ഏറ്റവും വലിയ സുനാമി വന്നത് എവിടെയാ? ഇന്തോനേഷ്യയിലാ. ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ താമസിക്കുന്ന രാജ്യം ഇന്തോനേഷ്യയാണ്. എന്താ ഇതിനൊക്കെ നമുക്ക് പഠിക്കാനുള്ളത്? ഏറ്റവും കൂടുതൽ റൂട്ട് മാറി സഞ്ചരിക്കുന്നത് സമുദായമാണ്. ബഹുമാനികളെ, അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ദുരന്തങ്ങളെല്ലാം വരുമ്പോൾ, ഇങ്ങനെയുള്ള അപകടകരമായ അവസ്ഥകളെല്ലാം വരുമ്പോൾ നിങ്ങളും അതിനകത്ത് പെടുമെന്നുള്ള കാര്യം ഉറപ്പാ. പക്ഷേ പെടുമ്പോൾ മുസ്ലിമായിട്ട് പെടണേ. ഇതൊക്കെ അള്ളാന്റെ റസൂൽ നമുക്ക് മുൻകൂട്ടി അറിയിച്ചത് എന്തിനാണെന്നറിയോ? ഇങ്ങനെയുള്ള അവസ്ഥകളെല്ലാം ഈ രാജ്യത്തുണ്ടാകും. അങ്ങനെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ എതിർ ദിശയിലേക്ക് നീന്തണേ. സമുദായം പോണ വഴിക്ക് പോകരുത്. പിന്നെ അള്ളാഹും റസൂലും പറഞ്ഞ വഴിയിലൂടെ മുന്നോട്ട് നീങ്ങണേ. അങ്ങനെ മുന്നോട്ട് നീങ്ങുമ്പോൾ ഇവരുടെ പ്രവൃത്തി ദൂഷ്യം കൊണ്ടിട്ട് നാശം വന്ന് വീഴുമ്പോൾ നിങ്ങളും അതിനകത്ത് പെട്ടുപോകും. നല്ലവരെ മാറ്റൂല. ഈ കണ്ണൂർ പുതിയങ്ങാടിയിൽ അള്ളാഹു ഒരു നാശം ഇറക്കിയാൽ അള്ളാഹു കാക്കുമാറാകട്ടെ. അങ്ങനെ ഇറക്കിയാൽ ഈ ഇരിക്കുന്ന നല്ലവരെ ഒഴിവാക്കിയിട്ടല്ല ഇറക്കുക. ഇരിക്കുന്നൊക്കെ ഈ നാട്ടിലെ നല്ല മനുഷ്യന്മാരാ. നല്ലവരല്ലെങ്കിൽ പിന്നെ നിങ്ങളിവിടെ വന്നിരിക്കുവോ? വല്ലയിടത്തിലും മലന്ന് കിടന്ന് വല്ല ടിവിയും
വല്ല വേദമൊക്കെ കണ്ട് വല്ലയിടത്തും കിടന്നൂടെ? നിങ്ങൾ ഈ മാതിരി ഇങ്ങനെ കുത്തിയിരിക്കുന്നതിന് എവിടെ വന്നിട്ട്? നിങ്ങൾ ഈ നാട്ടിലെ ഏറ്റവും നല്ല മനുഷ്യന്മാരായതുകൊണ്ടാണ്. പക്ഷേ അള്ളാഹുവിന്റെ ഒരു ബല, ഒരു ശിക്ഷ ഇറങ്ങുമ്പോ ഒരുമിച്ച് ഇറങ്ങുള്ളൂ. നിങ്ങളും അതിനകത്ത് പെടുമെന്ന് പരിശുദ്ധ ഖുർആൻ. അങ്ങനെ പെടുമ്പോൾ നിങ്ങൾ നഷ്ടപ്പെട്ടു പോകരുത്. ദുനിയാവിൽ ശിക്ഷ കിട്ടിക്കൊണ്ട് ആഖിറത്തിൽ രക്ഷപ്പെടുത്തപ്പെടുന്നവരുടെ കൂട്ടത്തിൽ പെടണം. ഇതാണ് മിത്തങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പൊ കൊലപാതകങ്ങൾ വരും, സിൽസിൽ വരും, പ്രകൃതി ദുരന്തങ്ങൾ വരും, ഫിത്ന വരും. ഫിത്നയാണ് കേട്ടോണ്ടിരിക്കുന്നത്. ആസാമിൽ നിന്ന് വന്ന് കർണാടകയിൽ എത്തി നിൽക്കുന്ന പൗരത്വ രേഖ ഒരു ഫിത്നയാണ്. അസ്വസ്ഥതയായില്ലേ? ഹിന്ദുക്കള് ഭയപ്പെടണ്ട, ക്രിസ്ത്യാനികൾ ഭയപ്പെടണ്ട, ബുദ്ധന്മാര് ഭയപ്പെടണ്ട, ജൈനർ ഭയപ്പെടണ്ട, സിഖുകാർ ഭയപ്പെടണ്ട. അവർക്കൊന്നും പൗരത്വ രേഖ ഇല്ലെങ്കിലും വിഷമിക്കണ്ട. ഇന്ത്യ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ പരസ്യമായി പറയുമ്പോൾ പിന്നെ ആരാണ് ഭയക്കേണ്ടത്? മുസ്ലിമേ, നീയാണ് ഭയക്കേണ്ടത്. ഇതിന്റെ പേരാ ഫിത്നാന്ന്. അസ്വസ്ഥതയായില്ലേ? ഇതിനൊക്കെ എന്താണോ പരിഹാരം? ഭരണം മാറലാണോ? അല്ല, ഭരിച്ചോട്ടെ. അല്ലാഹു തആലയാണ് അവരെ ഭരണരംഗത്ത് എത്തിച്ചത്, അല്ലാഹു എത്തിച്ചത്. നീ എന്ത് ചെയ്യണം? ഈ ഫിത്ന വരുമ്പോൾ രക്ഷപ്പെടാൻ നീ റബ്ബിനോട് കാവല് തേടണം. പ്രശ്നങ്ങൾക്ക് പോകാനല്ല പറഞ്ഞ, നീ ശൈലി മാറ്റിക്കൊള്ളണം. ആത്മധൈര്യം വരട്ടെ മുസ്ലിമേ, ഭയപ്പെടാതിരിക്കേ. ഫിത്ന വരുമ്പോൾ പടച്ച തമ്പുരാനിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കാരത്തിൽ അത്തഹിയ്യാത്ത് ഓതിയാൽ 4 കാര്യത്തെ സംബന്ധിച്ച് അഭയം തേടാതെ തങ്ങൾ സലാം വീട്ടുകയില്ലായിരുന്നുവെന്ന് സ്വഹീഹായ ഹദീസുകൾ എടുത്തു നോക്കിയാൽ കാണാം. 4 കാര്യങ്ങളെ സംബന്ധിച്ച് അഭയം തേടാതെ നബി സലാം വീട്ടൂല. എന്നൊക്കെ ഇപ്പൊ സുന്നത്തേക്ക് ഇരിക്കുന്ന ആൾക്കാർ വേഗം സലാം വീട്ടുവാണല്ലോ. ഒരൊറ്റ നിസ്കാരത്തിൽ നബി തങ്ങൾ അഭയം തേടാതിരിക്കില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹിയാ വൽ മമാത് വമിൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 4 കാര്യം നിങ്ങളുടെയൊക്കെ ജീവിതത്തിലേക്ക് ഇത് കൊണ്ടാ. അത്തഹിയ്യാത്തിൽ ഇരിക്കുമ്പോ അത്തഹിയ്യാത്ത് ഓതി അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ എന്ന് പറഞ്ഞിട്ട് സലാം വീട്ടല്ലേ. പിന്നെ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ വമിൻ അദാബിൻ നാർ. ഇത് രണ്ടും വലിയ പ്രശ്ന. ഖബറിലെ ശിക്ഷയിൽ നിന്ന്, നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തണം റബ്ബേ. വമിൻ ഫിത്നത്തിൽ മഹിയാ വൽ മമാത്, ജീവിതകാലത്തും മരണസമയത്തുമുള്ള ഫിത്നയിൽ നിന്നും രക്ഷപ്പെടുത്തണേ റബ്ബേ. കാവലിനെ ചോദിക്കുക. ജീവിതകാലത്തുള്ള ഫിത്നയാണ് നമ്മെ കേട്ടോണ്ടിരിക്കുന്നത്. അള്ളാഹിനോട് സഹായം തേടണം. ചോദിക്കാനാ പടച്ചോൻ പറഞ്ഞു. ലാ യറുദ്ദുൽ ഖദാ ഇല്ലാ ബിദ്ദുആഇ നബിയിനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ ചോദിക്ക് പടപ്പുകളെ ചോദിക്കാതെ കിട്ടൂല. ചോദിക്കേണ്ടത് എങ്ങനെയാ? അതും ഖുർആൻ പറയുന്നുണ്ട്. ലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദ്ഉഹു ബിഹാ. പഴമത്തരത്തിലേക്ക് മടങ്ങ് ഹബീബേ. പടച്ചതമ്പുരാന് പരിശുദ്ധമായ നാമങ്ങളുണ്ട്. ആ നാമങ്ങൾ ഓതിക്കൊണ്ട് നിങ്ങൾ അല്ലാഹുവിനോട് ദുആരക്ക്. ഖുർആൻ പറയാൻ മടങ്ങിക്കോ, കഞ്ചാവൊന്നും വേണ്ടാന്ന് പറ മക്കളോട്. ഇന്നലെ എന്നെ കൂടെ കൊണ്ടുവന്ന നമ്മുടെ ഡ്രൈവർ, നമ്മുടെ ശിഷ്യൻ പയ്യനാവും പറയാ, ഉസ്താദേ ഇന്നലെ പിന്നെ എക്സൈസുകാർ പിടിച്ചിരിക്കുന്നു. ഇന്ത്യയില് ഒരു മയക്കുമരുന്നുകാരും കൊണ്ടുവരാത്ത ഒരു മയക്കുമരുന്ന്. ആരാ കൊണ്ടുവന്നത്? കൊണ്ടുവന്നത് വേറെ ആരുമല്ല, കൊണ്ടുവന്നാക്ക ഞമ്മന്റെ ജാതി. ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ടയിൽ പിടിക്കപ്പെട്ട പേര് പോയി കഴിഞ്ഞാൽ ഒന്നുകിൽ സുൽഫീഖർ, അല്ലെങ്കിൽ സുലൈമാൻ, അല്ലെങ്കിൽ അബ്ദുൽ ഖാദർ. അതിനകത്ത് അങ്ങനെ ജോസഫും കാണുന്നില്ല, മാണിയും കാണുന്നില്ല, കുര്യാക്കോസും കാണുന്നില്ല, കുഞ്ഞാറാണ്ണനും കാണുന്നില്ല. ഇതൊക്കെ ഒരു മുസ്ലിയാർ പറഞ്ഞാൽ ശരിയാവോ? വാപ്പ പറഞ്ഞാൽ ശരിയാവോ? തങ്ങള് പറഞ്ഞാൽ ശരിയാവോ? കമ്മിറ്റിക്കാർ പറഞ്ഞാൽ ശരിയാവോ? അപ്പൊ പിന്നെ മോളിൽ നിന്ന് ശരിയാക്കില്ല തന്നെ. അടി തന്നെ. അപ്പൊ അങ്ങനെ വരുമ്പോ ഞങ്ങളെയൊക്കെ തല്ലണെന്തിനാ ആവശ്യമില്ലാതെ? അതിനാ ഇപ്പൊ മറുപടി പറഞ്ഞേ. തഖൂ ഫിത്നത്തൻ ലാ തുസീബന്നല്ലദീന വലമു മിൻകും ഖാസ്സ. തിരിച്ചിട്ട് ഒരു ഭാഗത്ത് തിരിച്ചിട്ടില്ല, മൊത്തം.
അള്ളാഹുവേ, ബലഹീനമായ ഈമാനിന്റെ വക്താക്കളാ പടച്ചവനെ ഈ പറയണ പാപിയും ഈ കേൾക്കുന്ന നിന്റെ അടിയാറുകളും ഞങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത ഒരു പരീക്ഷണത്തിലൊന്നും അകപ്പെടുത്തല്ലേ അല്ലാ. പടച്ചവനോട് ചോദിക്കാൻ അസ്മാഉൽ ഹുസ്ന ചൊല്ലിക്കൊണ്ടിട്ട് ദ്വാരക്കാൻ. ഇന്നലില്ലാഹി തിസ്അത്തും വതിസ്ഊന ഇസ്മ വമൻ അഹ്സാഹാ ദഖലൽ ജന്ന നബീന റസൂലുള്ളാഹി. തങ്ങൾ പറയാ പടച്ചവനക്ക് 99 പേരുണ്ട്. ആ 99 പേരിനെ ഒരാൾ സൂക്ഷിച്ചാൽ അയാൾ സ്വർഗത്തിലാ. ഓ അല്ലാഹു അക്ബർ. സ്വർഗത്തിൽ കടക്കൂന്നല്ല പറഞ്ഞ, സ്വർഗത്തിൽ കടന്നു. അപ്പൊ അതൊക്കെ ഉണ്ടോ പറ? ആകെ മോശമായി. നമ്മുടെ മുൻഗാമികൾക്കൊക്കെ ഉണ്ടായിരുന്ന സ്വഭാവം, എന്തെങ്കിലും വിഷമങ്ങൾ വന്നാൽ അപ്പൊ അവരങ്ങോട്ട് ഒരുമിച്ച് കൂടും. ഒരുമിച്ച് കൂടിയിട്ട് അങ്ങോട്ട് വിളിക്കും പടച്ചോമ്പരാന്റെ പേര്. അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മാഴി, അന്തൽ ഹാദി അന്തൽ ഹഖ് ലൈസൽ ഹാദി ഇല്ലാഹു യാ ഹന്നാനു യാ മന്നാനു യാ ദയ്യാനു യാ സുബ്ഹാൻ യാ അസീസു യാ ഗഫാർ യാ ജലീലു യാ ജബ്ബാർ. ഇങ്ങനെ 99 അങ്ങോട്ട് വിളിച്ചിട്ട് ഇലാഹി അന്ത മഖ്സൂദി വരിളാക മത്ലൂബി ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. നമ്മുടെ മുൻഗാമികളുടെ സ്വഭാവം ഇങ്ങനെയായിരുന്നു. അല്ലാഹുമ്മ അസ്ലിഹ് ഉമ്മത മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ അർഹം ഉമ്മത മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ ദുആ, അല്ലാഹുവേ നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തിനോട് നീ കരുണ കാണിക്കണേ അല്ലാഹ്. ലോകത്ത് നിഷ്കരുണമായ നിലയിൽ അക്രമം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന സമുദായം മാത്രമാണ്. ആട്ടി ഓടിക്കപ്പെടുന്നത് സമുദായമാണ്, പീഡിപ്പിക്കപ്പെടുന്ന സമുദായമാണ്, ബലാത്സംഗം ചെയ്യപ്പെടുന്ന സമുദായമാണ്, മാതാവിന്റെ മടിത്തട്ടിൽ നിന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകപ്പെടുന്നതും ഈ സമുദായത്തിൻ്റെതാണ്, ജയിലറകൾ നിറയ്ക്കപ്പെടുന്ന സമുദായത്തിൻ്റെതാണ്, ബഹുമാനികളെ നാട് വിട്ടോടേണ്ടി വരുന്നതായ ആളുകളും ഈ സമുദായത്തിൻ്റെതാണ്. അല്ലേ? ആരാ ബഹുമാനികളെ അഭയാർത്ഥികള്? ആരാ ബഹുമാനികളെ അഭയാർത്ഥി ക്യാമ്പില്? ആരാ ബഹുമാനികളെ ജയിലറകളില്? ആരുടെ ബഹുമാനികളെ പെൺകുട്ടികളെ ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെടുന്നത്? ആരുടെ മക്കളെയാണ് ബഹുമാനികളെ പച്ചയായി പിടിച്ചു കൊന്നുകൊണ്ടിരിക്കുന്നത്? എല്ലാം ഈ സമുദായത്തിൻ്റെതാണ്. ദുആ ചെയ്യേ, അല്ലാഹുമ്മ അർഹം ഉമ്മത മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ചവനെ നബി തങ്ങളുടെ സമുദായത്തിനോട് നീ കരുണ കാണിക്കണേ അല്ലാഹ്. രണ്ടാമത്തെ ദുആ, നമ്മുടെ കാര്യം തന്നവനെന്നല്ല പറയണേ, സമുദായത്തിന്റെ കാര്യം. ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സ് മാറണം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മാറ്റും. ആരിഫീങ്ങളുടെ പദവിയിലേക്ക് ഉയർത്തുന്നു. എന്താ ഈ പറഞ്ഞ ചെറിയ കാര്യമാണോ? 3 ദുആ. അല്ലാഹുമ്മ ഫർരിജ് അൻ ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായം അകപ്പെട്ട ദുരിതത്തിൽ നിന്നും നീ മോചനം കൊടുക്കണം തമ്പുരാനേ. മോചനം കൊടുക്കണോ? ഗോണ്ടനാമയും ബനൂ ഖുറൈബും മാത്രമല്ല ജയിലറ, ഇന്ന് ഇന്ത്യ രാജ്യവും ആ അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. മോചനം കൊടുക്കണം പടച്ചവനെ. എന്താ അവസ്ഥ? എന്താ അവസ്ഥ? അല്ലാഹുവേ, അല്ലാഹുവേ, കേൾക്കുന്നതും കാണുന്നതും എല്ലാം ഭയാനകമാണ് ബഹുമാനികളെ, ഭീകരമാണ്. വിളക്ക് കത്തിക്കാൻ അനുവാദമില്ല. വിളക്ക് കത്തിക്കാൻ അനുവാദമില്ല. വീട്ടിലേക്ക് കയറി വന്നാൽ പുരുഷന്മാരെ അകത്ത് കയറി പിടിച്ചു പുറത്തേക്ക് കൊണ്ടുവരുന്നു. കുടുംബത്തിലെ സ്ത്രീകളടക്കം എല്ലാവരും അത് കണ്ടുകൊണ്ട് നിൽക്കണം. ഓരോരുത്തരെയും അടിച്ച് ചമ്മന്തിയാക്കിയതിന്റെ ശേഷം പിന്നെ നടക്കുന്ന ക്രിയ പറയാൻ പറ്റുമോ? إياكم وخضراء الدمن قيل وما خضراء الدمن يا رسول الله قال المرأة الحسنى في المنبت السوء نبينا رسول الله. സമുദായത്തിലെ പെൺകുട്ടികളെ സംബന്ധിച്ച് നബിത്തങ്ങൾ നൽകിയ ഒരു വിശേഷണം. പടച്ചവനെ, ഈമാൻ ബലഹീനമായ പാവങ്ങളാണല്ലാ. താങ്ങാൻ പറ്റാത്ത പരീക്ഷണത്തിലേക്കൊന്നും എത്തിക്കല്ലേ അല്ലാ. റഹ്മാനായ പടച്ചവനെ, സമാധാനത്തോടെ ശാന്തിയോടെ അല്ലാഹുവേ നിർഭയമായി പടച്ചവനെ പള്ളിയിൽ ജുമാ നിസ്കരിക്കാൻ, നിർഭയമായി കെട്ടിയുണ്ടാക്കിയ വീട്ടിൽ താമസിക്കാൻ,
നിർഭയമായി ഭാര്യമാരോടും മക്കളോടും ഒപ്പം മരിക്കുന്നവരും ജീവിക്കാൻ പടച്ചവനെ നീ അനുവദിക്കണേ റബ്ബേ. ഭാഗ്യമുള്ളവരാ കേരളക്കാരും, വലിയ ഭാഗ്യം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരാ. ജുമാ നമസ്കരിക്കാൻ നിവൃത്തിയില്ലാതെ ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ ഈ ലോകത്ത്, ഈ ആകാശത്തിന്റെ താഴെ ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ ഒരു ജുമാ നമസ്കരിക്കാൻ ഭാഗ്യം കിട്ടിയെങ്കിൽ അല്ലാ, എന്റെ മോളെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ അല്ലാ, എന്റെ 9 വയസ്സായ എന്റെ കുഞ്ഞുമോനെ ഒന്ന് കണ്ടായിരുന്നെങ്കിൽ അല്ലാ. 9 വയസ്സായ കുഞ്ഞിനെ വരെ ഉമ്മാടെ അടുത്തുനിന്ന് എടുത്തോണ്ട് പോവാ. 9 വയസ്സായ കുട്ടീനെ വരെ. ആൺകുട്ടികളെ സഹോദരിമാരെ, സഹോദരന്മാരെ, പടച്ചോൻ ചെയ്ത അനുഗ്രഹമല്ലേ, മക്കളുടെ കൂടെയല്ലേ നിങ്ങൾ ഇരിക്കുന്നത്? നിങ്ങളുടെ പള്ളിയിലല്ലേ ജുമാസ്കരിച്ചത്? നിങ്ങളുടെ വീട്ടിലല്ലേ നിങ്ങൾ പോയി കിടക്കാൻ പോകുന്നത്? ലൈൻ ശക്കറത്തും ലാസീദന്നക്കും. അള്ളാഹ് നിങ്ങൾക്ക് ചെയ്തിരിക്കുന്ന അനുഗ്രഹമാണിത്. ഈ അനുഗ്രഹത്തിന് നിങ്ങൾ നന്ദി ചെയ്യാൻ തയ്യാറായാൽ ഈ അനുഗ്രഹത്തിനെ ഞാൻ നിങ്ങൾക്ക് ഏറ്റിത്തരാം. വലയിൻ കഫർത്തും, ഈ അനുഗ്രഹമൊന്നും മനസ്സിലാക്കാതെ വീണ്ടും നിങ്ങൾ ആർഭാടത്തിന്റെയും അക്രമത്തിന്റെയും അനാചാരത്തിന്റെയും വഴിയിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ ഇന്ന അദാബി ലശദീദ്, എന്റെ ശിക്ഷ കടുകടുപ്പമാണ്. പടച്ചോനാ പറഞ്ഞത്. പടച്ചോൻ അള്ളാഹുലേക്ക് മടങ്ങും ബഹുമാനികളെ, പടച്ചോനിലേക്ക് മടങ്ങും. മക്കളെയൊക്കെ ശ്രദ്ധിക്കും ഉമ്മമാരെ. വെറുതെ പ്രസവിക്കാനും തീറ്റ കൊടുക്കാനും തടിയുണ്ടാക്കാനും മാത്രം നോക്കാതെ മക്കളെയൊക്കെ ശ്രദ്ധിക്ക്. മയക്കുമരുന്നുകൾക്കും ലഹരികൾക്കും മക്കൾ അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മക്കളെയൊക്കെ നല്ല വഴി കൂടെ ചലിപ്പിക്കൂ സഹോദരിമാർ. ഞാൻ ഇന്ന് ഈ പള്ളിയിലാണ് മഗ്‌രിബ് നിസ്കരിക്കാൻ കൂടി. ഈ പള്ളി എന്ന് പറഞ്ഞാൽ ഞാൻ കൂടി പോകുന്നല്ലോ കുറച്ചല്ലേ, അൻസാറിന്റെ വീടിന്റെ അടുത്തുള്ള പള്ളിയിൽ, ആ പോത്ത് മാർക്കറ്റുള്ള പള്ളിയിൽ, തലക്കലെ പള്ളി. ഞാൻ അവിടെ മഗ്‌രിബ് നിസ്കരിക്കാൻ കയറി. ഞാൻ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് കയറാൻ വേണ്ടി അങ്ങോട്ട് വരുമ്പോൾ ഒരു 5-8 കുട്ടികൾ അവിടെ പന്ത് കളിക്കുന്നുണ്ട്. 8 കുറയില്ല. ഒരൊറ്റ കുട്ടിയും ആ പന്തടി നിർത്തിയില്ല. മഗ്‌രിബിന്റെ ബാങ്ക് അവിടെ വിളിക്കുന്നു, ജമാഅത്ത് തുടങ്ങാൻ പോകുന്നു. കുട്ടികൾ നല്ല ഉത്സാഹത്തോടെ കളിച്ചുകൊണ്ടിരിക്കുക. ഈ കാഴ്ച തന്നെയാണ് ഞാൻ ബൈത്തുൽ മുഖദ്ദസിലേക്ക് കടന്നു ചെല്ലുമ്പോഴും അവിടെയും കണ്ടത്. ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിന്റെ ആ കവാടം അങ്ങ് കടന്നു കയറുമ്പോൾ അവിടെയും കുട്ടികൾ പന്തടിക്കുകയാണ്. ഞാൻ കൂടെ ഉണ്ടായിരുന്ന മുർഷിദിനോട് ചോദിച്ചു, യഹൂദ കുട്ടികളാ മുസ്ലിം കുട്ടികളാ? അയാൾ പറഞ്ഞു കുല്ലും മുസ്ലിം, എല്ലാ മുസ്ലിം കുട്ടികളായി പന്തടിക്കുന്നത്. മഗ്‌രിബിന്റെ ജമാഅത്ത് കഴിഞ്ഞിട്ട് ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാൻ പുറത്തേക്ക് ഇറങ്ങി നോക്കി, അവരപ്പോഴും അവിടെ പന്തടിക്കുകയാണ്. ആരാണ് ഈ സമുദായത്തിനെ നന്നാക്കുക? ഉമ്മമാര് ശ്രദ്ധിക്കും. വൈകുന്നേരം ആകുമ്പോ ഇത്രയുള്ള കുഞ്ഞുങ്ങളെ പിടിച്ചാൽ കിട്ടൂല നിങ്ങൾക്ക്. 9, 10, 12 ഒക്കെ വയസ്സായ കുട്ടികളാണ് അവിടെ പന്തടിക്കുക. ഞാൻ കണ്ടു. മഗ്‌രിബിന്റെ ബാങ്ക് വിളിക്കുന്നു, തൊട്ട് ചേർന്ന് പള്ളിയാണ്. പള്ളിയുടെ തൊട്ടാണ് ആ കുട്ടികൾ പന്തടിച്ചോണ്ടിരിക്കുന്നത്. ഉമ്മമാര് ശ്രദ്ധിക്കും. മക്കളെയൊക്കെ വിളിച്ച് കൈയൊക്കെ കഴുകി ഒന്നു എടുക്കാവുന്ന മക്കളാണെങ്കിൽ ഒന്നുമൊക്കെ ഇടിപ്പിക്കും. നിസ്കരിക്കാവുന്ന മക്കൾ പള്ളിയിലേക്ക് വിട്. വൈകുന്നേരം ആകുമ്പോ വീട്ടിൽ കയറ്റിയിരുത്തിട്ട് മക്കളെ കൊണ്ട് അസ്മി റബ്ബി ചെല്ലിപ്പിക്ക്. നമ്മുടെയൊക്കെ മുൻഗാമികൾ അങ്ങനെയായിരുന്നു. നിസ്കരിക്കാൻ പ്രായമാകാത്ത മക്കളെയൊക്കെ വീട്ടിലിരുത്തിയിട്ട് ഉമ്മമാര് ചൊല്ലിക്കൊടുക്കും, ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂറു മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. എത്ര നല്ല ദിക്റും തസ്ബീഹും സലാത്തും ചൊല്ലിയത് നോക്കി. അതുപോലെ പെമ്മക്കളെയൊക്കെ സൂക്ഷിച്ചോ സഹോദരിമാരെ. പൊന്നാർ നബിത്തങ്ങൾ പ്രത്യേകം താക്കീത് ചെയ്ത് പറഞ്ഞതാ. പ്രസംഗ മധ്യ നബിത്തങ്ങൾ പറഞ്ഞു, ഇയ്യാക്കും ഇയ്യാക്കും, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്ക്. അതാ വാക്കിന്റെ അർത്ഥം. എല്ലാവരും ശ്രദ്ധിച്ചാൽ കാര്യം ഗൗരവത്തോടെ പറയാൻ പോവാൻ. അതാ നബിത്തങ്ങൾ പറഞ്ഞത്. ഖദറാഉദ്ദിമൻ, കുപ്പക്കൂനയിലെ പച്ചപ്പ് നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ എന്ന് നബിയിന റസൂലുള്ളാഹി. കുപ്പക്കൂനയിലെ പച്ചപ്പ് നിങ്ങൾക്കറിയില്ലേ? കുപ്പക്കൂന എന്ന് പറഞ്ഞാൽ അഴുക്കൊക്കെ കൊണ്ടുവന്ന സ്ഥലം. അവിടെ മുളയ്ക്കുന്ന ചെടിയുടെ പേരാണ് പച്ചപ്പ്. നല്ല തഴച്ചു വളർന്നിരിക്കും അത്. അങ്ങനെയുള്ള കുപ്പക്കൂനയിൽ മുളയ്ക്കുന്ന പച്ചപ്പിനെ നിങ്ങൾ സൂക്ഷിക്കണേ. സഹാബാക്കൾ ചോദിച്ചു, ഖീലൗമാ ഖദറാഉദ്ദിമൻ യാ റസൂലല്ലാഹ്, എന്താണ് നബിയെ കുപ്പക്കൂനയിലെ പച്ചപ്പ്? നബി തങ്ങൾ പറഞ്ഞു, അൽ മർഅത്തുൽ ഹസനാഉ ഫിൽ മംബത്തി സൂഇ ഔ കമാ ഖാല റസൂലുള്ളാഹി. ദീനില്ലാത്ത കുടുംബത്തിലെ സൗന്ദര്യവതിയായ പെൺകുട്ടിയാണ്.
അനുഭവിക്കല്ലേ ഉമ്മമാരെ. പെമ്പിള്ളേരെ കൊണ്ട് തീ തിന്നുന്ന എത്ര ഉമ്മമാര്, എത്ര ഉപ്പമാര്. എന്തിനാ തീ തിന്നുന്നത്? പെൺകുഞ്ഞുങ്ങൾക്ക് ആവശ്യമായത് കൊടുക്കാൻ തയ്യാറായില്ല, ദീനീബോധം കൊടുക്കാൻ തയ്യാറായില്ല. ഇന്ന് വേദനയല്ലേ? എത്ര എത്ര പെൺകുട്ടികൾ സമുദായത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, വാപ്പാക്കുമ്മാക്കും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, സമുദായത്തിന് നാണക്കേടുണ്ടാക്കുന്നു. 1400 കൊല്ലം മുമ്പ് പറഞ്ഞ താക്കീത. ഇതെല്ലാം ശ്രദ്ധിക്കും. ഇതൊക്കെ ദിവസങ്ങളോളം വാഴ്ന്നു പറയേണ്ട വിഷയങ്ങളാ. ഞാൻ ചുമ്മാ പറക്കി പറക്കി പോണതേ കേൾക്കണം. ഉമ്മ ഉപ്പമാർ ആൺകുട്ടികളെ ശ്രദ്ധിക്കും. സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്ന മക്കളെയൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കും. മയക്കുമരുന്നുകളും മറ്റുമൊക്കെ പോക്കറ്റിലിടുന്ന ശൈലി ഉണ്ടോന്ന് നോക്ക്. ആവശ്യമില്ലാതെ മക്കൾക്ക് പണം കൊടുക്കല്ലേ. അള്ളാഹുവിന്റെ ദീൻ പഠിക്കാനുള്ള സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഒക്കെ ഒരുക്കി കൊടുക്ക്. തലമുറയെ നശിപ്പിക്കാൻ ആസൂത്രിതമായ നീക്കങ്ങള് ഫാസിസ്റ്റ് സയനിസ്റ്റുകൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്ലാം തകർക്കണം, അത്രേ ഉള്ളൂ. ഇവിടെ ശ്രദ്ധിച്ചേ, ഞാൻ എവിടെ പറഞ്ഞു നിർത്തിയത്? എങ്ങോട്ട് പോയി എന്റെ സംസാരം? കബറങ്ങ ചെന്ന് മരിക്കാൻ ആഗ്രഹിക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോന്നതാണ്. മരിക്കാൻ ഞാനങ്ങ് മരിച്ചുപോയിന്ന് ആഗ്രഹിക്കാൻ പാടില്ല. പിന്നെ മരിക്കാൻ ആഗ്രഹിക്കേണ്ട ശൈലി ഖുർആൻ പഠിപ്പിച്ചു തരുന്നു. അത് ഞാൻ ഓതിയിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. ഇങ്ങനെ കയറി പോന്ന് വർത്താനം. ഇതെങ്ങനെ എത്തിക്കും, എവിടെ കൊണ്ട് നാക്കുന്നും പറ്റും എനിക്ക് പറയാൻ പറ്റില്ല. സമയമില്ല, തീർന്നു. മരിക്കാൻ ആഗ്രഹിക്കാം. എങ്ങനെയാ മരിക്കാൻ ആഗ്രഹിക്കണത്? ഖുർആൻ പഠിപ്പിച്ചു തരുക. മരിക്കാൻ ആഗ്രഹിക്കേണ്ടത് റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി വഅല്ലംതനി മിൻ തഅവീരിൽ അഹാദീസി ഫാത്തിറസ് സമാവാതി വൽ അർളി അൻത വലിയ്യി ഫിദ് ദുനിയാ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. ഇങ്ങനെയാണ് മരിക്കാൻ ആഗ്രഹിക്കേണ്ടത്. കടുകടുത്ത പരീക്ഷണങ്ങളിൽ കൂടി കടന്ന് മിസ്റിന്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായ നബി യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം മിസ്റിന്റെ സിംഹാസനത്തിൽ നിന്നുകൊണ്ട് കൈവക്കിക്കൊണ്ട് പറയുന്നു, റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി, പടച്ചവനെ നീ എനിക്ക് രാജാധികാരം തന്നു. റബ്ബേ അല്ലംതനി മിൻ തഅവീലിൽ അഹാദീസി, പടച്ചവനെ നീ എനിക്ക് അമൂല്യമായ സ്വപ്ന വ്യാഖ്യാനമാകുന്ന വിജ്ഞാനം പഠിപ്പിച്ചു തന്നു. റബ്ബേ അന്ത വലിയ്യി ഫിദ് ദുനിയാ വൽ ആഖിറ, ദുനിയാവിന്റെ ആഖിറത്തിന്റെ ഉടമ നീയാണ് റബ്ബേ. ആകാശഭൂമികളെ സൃഷ്ടിച്ചതായ തമ്പുരാനെ, അമൂല്യമായ സ്വപ്ന വ്യാഖ്യാനത്തിന്റെ അറിവ് നീ എനിക്ക് പഠിപ്പിച്ചു തന്നു. മിസ്റിന്റെ രാജാധികാരം നീ എനിക്ക് തന്നു. ഇതൊന്നും ഞാൻ നിന്നോട് ചോദിച്ചതല്ല, നീ എനിക്കിതൊക്കെ ചോദിക്കാതെ തന്നതാ. എനിക്കൊന്നാ ചോദിക്കാനുള്ളത്, തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, എന്നെ നീ മുസ്ലിമാക്കി മരിപ്പിക്കണേ അല്ലോ, മഹ്ശറിൽ സാലിഹീങ്ങളോടൊപ്പം കൂട്ടിച്ചേർക്കണേ അല്ലാ. ഇങ്ങനെയാണ് മരിക്കാൻ ആവശ്യപ്പെടുന്നത്. കണ്ട, അല്ലാണ്ട് ആത്മഹത്യ ചെയ്യാനല്ല, ഖബറിക്ക് എന്ത് ചെയ്യാനങ്ങ് മരിച്ചെങ്കിന്ന് ആഗ്രഹിക്കലുമല്ല. മരിക്കലായിരുന്നു ജീവിക്കുന്നതിനേക്കാൾ ഹൈറ എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് മനുഷ്യന്റെ മനസ്സ് മാറിപ്പോകുന്ന ഒരു കാലഘട്ടം വരുന്നതാണ്. എന്നാ കാലഘട്ടം ഇങ്ങനെയാണ് മരിക്കാൻ ആഗ്രഹിക്കുള്ളൂ. തവഫനി മുസ്ലിമൻ, എന്നെ നീ മുസ്ലിമായിട്ട് മരിപ്പിക്കണം റബ്ബേ. വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, മഹ്ശറിൽ നീ എന്നെ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടണം റബ്ബേ. ഇത് വലിയ അനുഗ്രഹങ്ങളൊക്കെ കിട്ടിയപ്പോ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തേടിയതാ. നമുക്കൊക്കെ കൂടുതൽ അനുഗ്രഹങ്ങൾ വരുമ്പോൾ കൂടുതൽ കൂടുതൽ നമ്മൾ ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുക. ഞാനിതൊന്നുമല്ല പടച്ചോനെ നിന്നോട് തേടിയത്. എനിക്ക് കൊട്ടാരം വേണ്ട, എനിക്ക് കാറും വേണ്ട, എനിക്ക് ദുനിയാവിന്റെ ജീവിതവും വേണ്ട, എനിക്ക് വേണ്ട നല്ല നിലക്കുള്ള മൗത്താണല്ല, ഇത് ചോദിക്കുക. ഇങ്ങനെ ദ്വാരക്കണം. എത്ര കടുകടുത്ത പരീക്ഷണത്തിൽ നിന്ന് ആ യൂസുഫ് നബി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പദവിയിലേക്ക് എത്തിച്ചതില്ലേ? ആ എത്തിച്ചപ്പോഴാണ് ഇത് ആവുന്നത്. ശരിക്കും പറഞ്ഞാൽ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നത്, യൂസുഫ് നബി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ പരീക്ഷിച്ച് കൊണ്ടിട്ട് യൂസുഫ് നബിയുടെ ഉപ്പാനെ അല്ലാഹു തആല കൈകാര്യം ചെയ്തു തന്ന, യഅ്ഖൂബ് നബീനെ കൈകാര്യം ചെയ്തു തന്ന. നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഈ കുഞ്ഞു മോനിങ്ങനെ അതിന്റെ അരിയിൽക്കൂടെ ഇങ്ങനെ നടന്നുപോയി. അങ്ങനെ നടന്നുപോയപ്പോ നല്ല സൗന്ദര്യമുള്ള കുട്ടിയാണ്, ഇളയ കുട്ടിയാണ്. അങ്ങനെ നടന്നുപോയപ്പോ യഅ്ഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒന്ന് പാളി നോക്കിന്ന് കുഞ്ഞിന്റെ നേരെ. അള്ളാന്റെ മുമ്പിലല്ലേ കൈ കെട്ടിയേക്കണേ.
കൈകെട്ടിയ മനുഷ്യന്റെ കണ്ണ് ഒന്ന് യൂസുഫിലേക്ക് പാളിപ്പോയി. എന്റെ മുന്നിൽ നിൽക്കുമ്പോൾ നീ മറ്റു ഭാഗത്തേക്ക് നോക്കിയോ എന്നാൽ നിന്നെ പഠിപ്പിക്കും. ആ ശിക്ഷയാണ് അല്ലാഹു തആല കൊടുത്തതെന്ന. ആ പാളി നോക്കിയ കണ്ണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചു, കാഴ്ച കളഞ്ഞു. കരഞ്ഞ് 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 കാഴ്ച പോയി. കടുകടുത്ത പരീക്ഷണത്തിലേക്ക് യാക്കൂബ് നബി അല്ലാഹു തആല എത്തിച്ചു. നിസ്കാരത്തിൽ പാളി നോക്കിയതിന്റെ പേരിലാണെങ്കിൽ നമ്മൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ. നമ്മുടെയൊക്കെ നമസ്കാരത്തിന്റെ അവസ്ഥ എന്താ പറ? അള്ളാന്റെ മുമ്പിലേക്ക് അങ്ങോട്ട് കൈ കെട്ടിക്കഴിഞ്ഞാലേ നമുക്ക് നഷ്ടപ്പെട്ടതായി പറയണത്. രണ്ട് സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ രക്ഷപ്പെടുത്താം. ഖുർആൻ പറഞ്ഞതാണ്, വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൂ. നിങ്ങൾക്ക് വിശ്വാസം വേണം, തഖ്വായും വേണം. ഇത് രണ്ടും നിങ്ങൾക്ക് വേണം. അചഞ്ചലമായ ഈമാൻ. എന്നെ സൃഷ്ടിച്ച പടച്ചവനെ നീ എന്നെ രക്ഷപ്പെടുത്തും റബ്ബേ, നിന്റെ ഭാഗത്തുള്ള പരീക്ഷണമാണ് റബ്ബേ കാണുന്നതൊക്കെ. ഇതാണ് ഈമാൻ. അതിനോടൊപ്പം തന്നെ തഖ്വ വേണോ? തഖ്വ ഉണ്ടെങ്കിൽ കണ്ണിങ്ങനെ തിരിയില്ല. ഇത് രണ്ടും ഇന്ന് സമുദായത്തിൽ നിന്ന് ഇല്ലായ്മയായിക്കൊണ്ടിരിക്കുകയാണ്. ഈമാൻ പോകുന്നു, തഖ്വ പോകുന്നു. ഇത് രണ്ടും നിങ്ങൾക്കുണ്ടെങ്കിൽ ആകാശത്തുനിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് നാം ബർക്കത്തിനെ തരാം. അല്ലാഹുവിന്റെ എല്ലാ സഹായം ഉണ്ടാവുന്നു. ഈ രണ്ട് സ്വഭാവം വേണം. ഇതില്ലാത്ത ഒരവസ്ഥയാണോ? എന്നാൽ നിങ്ങളെ നാം അഖദനാഹും ബിമാ കാനൂ യക്സിബൂൻ. നിങ്ങളുടെ പ്രവൃത്തി ദൂഷ്യം കൊണ്ട് നിങ്ങളെ നാം കൈകാര്യം ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആൻ. രണ്ടും വേണം. ഈമാനും വേണം, തഖ്വയും വേണം. തഖ്വ എല്ലാ വെള്ളിയാഴ്ചയും ഖത്തീബ് പറയണില്ലേ, അയ്യുഹന്നാസ് ഉസീകും ഇബാദല്ലാഹി വ ഇയ്യായ ബിത്തഖ്വല്ലാഹ്. ഏ ജനങ്ങളെ, നിങ്ങളോടും എന്റെ നഫ്സിനോടും തഖ്വയുള്ള ജീവിതം കൊണ്ട് ഞാൻ വസിയത്ത് ചെയ്യുകയാണ്. അത്തഖ്വ ഹാഹുനാ നബിയുനാ റസൂലുള്ളാഹി. സമയം കുറെ അങ്ങ് കടന്നു പോയില്ലേ? എത്രയായി? 12:11. ഇതിപ്പോ ഞാൻ എങ്ങനെയാ ഇതൊന്ന് എത്തിക്കുന്നത്? ഏറ്റവും കടുത്ത പരീക്ഷണത്തിനാണ് ഏറ്റവും വലിയ പ്രതിഫലം എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇന്ന അഅ്ളമൽ ജസാഇ മഅ്ളമൽ ബലാഇ. കടുത്ത പരീക്ഷണം ഉണ്ടെങ്കിൽ വലിയ പ്രതിഫലത്തിലേക്ക് അല്ലാഹു തആല ഉയർത്തും. നഷ്ടമൊന്നുമില്ല. ഈ കാണണതും കേൾക്കണതും ഒന്നും നഷ്ടമല്ല. ഇതൊക്കെ ലാഭത്തിലേക്ക് എത്തിക്കാൻ പോകും. അല്ലാഹു ലാഭമാക്കുന്നവരുടെ കൂട്ടത്തിൽ ഈ പാവപ്പെട്ട എന്നെ നിങ്ങളെയും അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. നമ്മളുമായി ബന്ധപ്പെട്ടവരെയും അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. വളരെ അപകടകരമായ ഒരു അവസ്ഥയിലൂടെ സമൂഹം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ ഇവിടെ പറഞ്ഞ സൂചനകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി. ഞാൻ എന്റെ വിഷയത്തിലേക്ക് ശരിക്കും കടന്നു വന്നിട്ടില്ല. ആ മുഖവര പറഞ്ഞിങ്ങനെ എത്തിയപ്പോഴത്തേക്കും തന്നെ സമയം തീർന്നു. അപകടകരമായ ഒരു അവസ്ഥയിൽ കൂടിയാണ് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ മാത്രമല്ല, ആഗോളതലത്തിൽ മുസ്ലിം ഉമ്മത്ത് അപകടകരമായ അവസ്ഥയിലൂടെ മുന്നോട്ട് പോവുകയാണ്. ഇതിനകത്തൊക്കെ ഉള്ള കാര്യം എന്താ? ഒറ്റ കാര്യം ഇതിനകത്തുള്ളൂ. എല്ലാം ശ്രദ്ധിച്ച ഞാൻ ഒരു കാര്യം പറയാം. വദ്ദ കസീറും മിൻ അഹ്ലിൽ കിതാബി ലൗ യറുദ്ദൂനകും മിൻ ബഅദി ഈമാനികും കുഫാറൻ ഹസദാ. ആഗോളതലത്തിൽ ഇസ്ലാം അല്ലാത്ത സർവത്രയും സംഘടിച്ച് ഇസ്ലാമിന്റെ നേരെ അക്രമവുമായി വന്നിരിക്കുന്നത് ഒരൊറ്റ കാരണത്താലാണ്. നിങ്ങളുടെ വിശ്വാസത്തിനോടും സംസ്കാരത്തിനോടുമുള്ള അസദ്. ഖുർആൻ നേരെ പറയാ, അല്ലാണ്ട് വേറെ ഒരു കുഴപ്പവും നിങ്ങൾ ചെയ്തിട്ടില്ല. നിങ്ങൾ തീവ്രവാദികളല്ല, നിങ്ങൾ രാജ്യദ്രോഹികളല്ല, നിങ്ങൾ അക്രമികളല്ല. എത്രയോ സംഭവങ്ങളാ ബഹുമാനികളെ. നിങ്ങൾ സാധുക്കളെ സഹായിക്കാത്തവരല്ല, നിങ്ങൾ അയൽവാസികളെ ആദരിക്കാത്തവരല്ല. ഇതെല്ലാം നിങ്ങളുടെ ഭാഗത്തുള്ളത് തന്നെയാണ്. പിന്നെ എന്തിനാ നിങ്ങളെ തീവ്രവാദികളാക്കുന്നത്, രാജ്യദ്രോഹികളാക്കുന്നത്, അക്രമികളാക്കുന്നത്? കുഫാറൻ ഹസദാ. നിങ്ങളുടെ ഈ വിശ്വാസവും നിങ്ങളുടെ ഈ സംസ്കാരവും നിങ്ങളുടെ ആദർശവും ഇവിടെ നിലനിൽക്കുമ്പോൾ ഞങ്ങളുടെ ഈ വികലമായ വിശ്വാസത്തിനും സംസ്കാരത്തിനും ആദർശത്തിനും നിലനിൽപ്പില്ല. ഈ ഒരൊറ്റ കാരണമാണ്. വേറെ ഒരു കാരണവും ഇല്ല.
ആകാശങ്ങളെ സൃഷ്ടിച്ച റബ്ബേ, ഭൂമിയെ സൃഷ്ടിച്ച റബ്ബേ, വാനലോകത്തുനിന്ന് വെള്ളമിറക്കുന്ന റബ്ബേ, വിത്ത് മണ്ണിലേക്കിട്ടാൽ വിത്തിന്റെ അറ്റത്ത് മുള വരുത്തുന്ന റബ്ബേ, മുളയുടെ അറ്റത്ത് വിളയുണ്ടാക്കി തരുന്ന റബ്ബേ, ഞങ്ങളെ ജീവിപ്പിച്ച റബ്ബേ, മരിപ്പിക്കുന്ന റബ്ബേ, സൂര്യനെ കിഴക്കുദിപ്പിച്ച റബ്ബേ, പടിഞ്ഞാറ് അസ്തമിപ്പിക്കുന്ന റബ്ബേ, ഇനി പടിഞ്ഞാറ് ഉദിച്ചിട്ട് ലോകത്തിന്റെ നെറുകയിൽ കൊണ്ടുവന്ന് വീണ്ടും പടിഞ്ഞാറ് അസ്തമിപ്പിക്കുന്ന റബ്ബേ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇവിടെ വിഷയം നീയല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല. ലോകത്തിങ്ങനെ പറയുന്ന ഒരു പ്രസ്ഥാനം ഇസ്ലാം 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 മാത്രം. ഇവിടെ പ്രശ്നം. ഇത്ര ബുദ്ധിക്കും യുക്തിക്കും നിരക്കുന്ന ഈ വിശ്വാസവും അതുപോലെ നിങ്ങളുടെ സംസ്കാരവും നോക്ക്. തുപ്പിയാൽ തുപ്പുനീര് കാലിന്റെ മടമ്പ് കൊണ്ട് മണ്ണ് തട്ടി മൂടണമെന്ന് നിർദ്ദേശിക്കുന്ന സംസ്കാരം, ഡെയിലി 5 നേരം പല്ല് തേക്കണമെന്ന് നിർദ്ദേശിക്കുന്ന സംസ്കാരം, ഡെയിലി 5 ടൈമിൽ 3 പ്രാവശ്യം വെച്ച് മൂക്ക് വൃത്തിയാക്കണമെന്ന് പറയുന്ന സംസ്കാരം, മലവിസർജനം ചെയ്യുന്ന അതേ ഗൗരവത്തോടെ മൂത്രവിസർജനം ശുദ്ധീകരിക്കണമെന്ന് പറയുന്ന സംസ്കാരം, ഇത് മാത്രമേ ലോകത്തുള്ളൂ. നിങ്ങളുടെ സംസ്കാരത്തിനോടുള്ള അസൂയ, നിങ്ങളുടെ വിശ്വാസത്തിനോടുള്ള അസൂയ നിങ്ങളെ കൊന്നിട്ട് ഞങ്ങൾക്ക് നിലനിൽക്കാൻ. അല്ലാഹു തആല പറയുന്നു വലൗ കരിഹൽ മുശ്രികൂൻ. ഇത് ഈ ധിക്കാരികളെ എത്ര വെറുത്താലും ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന പ്രസ്ഥാനമാണ്, വളർന്നുകൊണ്ടേയിരിക്കും. അടിക്കുന്തോറും ശക്തമായി അടിക്കുന്തോറും ശക്തമായ നിലയ്ക്ക് തിരിച്ചു വരും. ഇത് ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. ലോകം കണ്ട കാലം മുതൽ അങ്ങനെയാ. ഒതുക്കുറു, അത് നേരെ എടുത്ത് പറയാൻ, ഒതുക്കുറു ഇത് അന്തും ഖലീലും മുസ്തദഅഫൂന ഫിൽ അർളി തഖാഫൂന യതഖത്തഫകുമുൻ നാസ് ഫആവാകും വഅയ്യദകും ബിനസ്രിഹി വറസഖകും മിന ത്വയ്യിബാതി ലഅല്ലകും തസ്കുറൂൻ. ഈ 2019 മാത്രമല്ലടോ നിങ്ങൾ ന്യൂനപക്ഷം. ലോകത്തിന്റെ തുടക്കം മുതൽ ഇസ്ലാം ന്യൂനപക്ഷമാണ്. ആ ന്യൂനപക്ഷം ബഹുഭൂരിപക്ഷത്തിന്റെ വളർച്ച കൊണ്ട്, അവരുടെ ആയുധബലം കൊണ്ട്, അവരുടെ സ്വാധീനം കൊണ്ട് ആ ന്യൂനപക്ഷം ഞങ്ങളെ വിലങ്ങൾ റാഞ്ചിക്കൊണ്ടു പോകുമോ റബ്ബേ എന്നുവരെയും അവർ ഭയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആവാക്കും വഅയ്യദകും ബിനസ്രിഹി, ആ ന്യൂനപക്ഷത്തിനെ നാം ഏറ്റെടുത്തു, അവരെ നാം ശക്തിപ്പെടുത്തി, അവരെ നാം നിലനിർത്തി. ഇത് ഖുർആൻ പറയാണ്. അല്ലാഹു ഏറ്റെടുക്കും, അല്ലാഹു രക്ഷപ്പെടുത്തും. ഇവിടെ ഇനി വരാനിരിക്കുന്നത് മഹദി ഇമാമ. മനസ്സിലായില്ലേ? മുസ്ലിം ലോകം ഒരേ സ്വരത്തിൽ പ്രഖ്യാപിക്കുന്നു, ഇവിടെ ഇനി വരാനിരിക്കുന്നത് ഇമാം മഹദി റളിയല്ലാഹു അൻഹു ആണ്. മഹദി റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിന്റെ കുടുംബമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്റെ ഉപ്പാന്റെ പേരാണ് മഹദിയുടെ ഉപ്പ, എന്റെ ഉമ്മാന്റെ പേരാണ് മഹദിയുടെ ഉമ്മാന്റെ പേരെന്ന് നബിയുനാ റസൂലുള്ളാഹി. പരിപാവനമായ കഅബാലയത്തിന്റെ മുമ്പില് മുൽതസിമിന്റെ പിന്നെ ഹജറുൽ അസ്വദിന്റെയും അതുപോലെ പിന്നെ മഖാം ഇബ്രാഹിമിന്റെയും ഇടയിൽ നെഞ്ചിൽ കൈവച്ചുകൊണ്ടാണ് മഹദി എന്ന് ബഹുമാനപ്പെട്ട മഹദി ഇമാം പ്രഖ്യാപിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതാണ് മുസ്ലിം ലോകം പ്രതീക്ഷിക്കുന്ന മോചനത്തിന്റെ നായകൻ. അല്ലാണ്ട് മുസ്ലിങ്ങൾ നിരാശപ്പെടേണ്ടവരല്ല, മുസ്ലിങ്ങൾ ഭയപ്പെടേണ്ടവരല്ല. നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല, നിങ്ങളൊന്നും ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ എന്താ നഷ്ടപ്പെടുന്നത്? നിങ്ങൾക്കെല്ലാം അല്ലാഹ് തന്നതാണ്. നിങ്ങൾ എന്തെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ അല്ലാഹ് എടുക്കുന്നതാണ്. എല്ലാം അല്ലാഹുവിലേക്ക് തവക്കലാക്കുന്നവനാ മുസ്ലിം.